ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് വ്ളോഗ്. പുനലൂർ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതെന്താ ആദ്യമേ സ്വർണ്ണക്കടയിലെ കാണിക്കുന്നതെന്നില്ല, സ്വർണ്ണം വാങ്ങാൻ പോയതല്ല, വെള്ളി വാങ്ങിക്കാൻ പോയതാണ്. ഒരു വെള്ളി പാദസരം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. സോ അപ്പം അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വെള്ളി പാദസരം വാങ്ങിക്കാൻ ഞങ്ങൾ ഭീമയിൽ ചെന്നു. ഈ പാദസരമാണ് എടുത്തത് കേട്ടോ. അത് ബില്ലടിക്കുന്ന സമയം കൊണ്ട് ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി. ബില്ലടിക്കുന്ന സമയം വെറുതെ കളയണ്ടല്ലോ. ഇതാണ് ബർത്ത്ഡേ ഗേളെ. പേര് സഹ്റ ഫാത്തിമ. ആൾ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അങ്ങനെ വീട്ടിലെ ബാക്കി കുട്ടിപ്പട്ടാളങ്ങളും റെഡി. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക കേട്ടോ. ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് മുറിയുടെ സമയമായി. വലിയ ഫംഗ്ഷനൊന്നും അല്ലായിരുന്നു, അടുത്ത ആൾക്കാർ മാത്രമുള്ളൊരു ചെറിയൊരു ഫംഗ്ഷൻ. കേക്ക് വന്നു, പിള്ളേരെല്ലാം റെഡിയായി. ഇനി അത് മുറിക്കണം. അതിനുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു പിന്നെ കണ്ടത്. നമ്മുടെ ഫാമിലിയിലെ ഏത് പിള്ളേരുടെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാവരും ചേർന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. കുട്ടികളെല്ലാം ചേർന്നിട്ടാണ്. ഇന്ന ആളുടെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേ ബോയ് അല്ലെ ഗേൾ മാത്രം കേക്ക് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാ പിള്ളേരും ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ആ പതിവ് ഇതിലും തെറ്റിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷവും അവർ ഒരു ഒത്തൊരുമയുമായിട്ടൊക്കെ അങ്ങ് പോകും. അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേ ഗേൾ എന്നാൽ ഫസ്റ്റ് കേക്ക് കഴിച്ചതും ഇല്ലേ, അവൾക്ക് വായി വെച്ച് കൊടുത്തപ്പോഴത്തേക്കിന് കുഞ്ഞ് പോയി. പിള്ളേർക്കെല്ലാം ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളെന്ന് തോന്നുന്നു കേക്ക് മുറിക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങായിരുന്നു. 1-2 വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ പാദസരമായിരുന്നു, അതുകൊണ്ട് മോൻ കൊടുത്തു. ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളംസിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് കൊച്ചു പിള്ളേരും ചേർത്തിട്ടുണ്ടേ. ബർത്ത്ഡേ കയ്യിൽ കൊലുസൊക്കെ ഇട്ട് കിലുക്കിക്കൊണ്ട് നടന്നേ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.